നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ആദ്യത്തെ കാര്യം. അഗെയിൻ സിംഗിൾ പൈൽ തന്നെ ഉള്ളൂ. ഓക്കെ, എന്തായാലും കളക്റ്റീവ് റീഡിംഗ് ആയിരിക്കും. ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന്, ആൻഡ് ഉണ്ടെങ്കിൽ അവരോടുള്ള ഫീലിങ്സ് എന്താണ്. ഓക്കെ, മോസ്റ്റ്ലി ഉണ്ട് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഉണ്ടോ എന്ന് ചോദിക്കണ്ട. ഓക്കെ, ഉണ്ട് എന്ന് കണക്കാക്കാം നമുക്ക്. നിങ്ങൾ തേർഡ് പാർട്ടി ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം. ഇപ്പോൾ കാർഡ്സ് വരുന്നതിനനുസരിച്ച് ഞാൻ പറയാം. പക്ഷെ ഇവിടെ കൂടുതലും എനിക്കറിയാം എൻ്റെ റീഡിങ്സ് കാണുന്ന ആൾക്കാർ, കാരണം എനിക്ക് പേഴ്സണൽ റീഡിങ്സ് നമ്മൾ വരുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് ഒരുപാട് കേസസ് എനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്കറിയാം ഇവിടെ കൂടുതലും ലൈക്ക് ഫാമിലി എന്ന പ്രശ്നത്തിനെക്കാട്ടിലും വേറൊരു വ്യക്തി എന്ന രീതിക്ക് തന്നെയാണ് പ്രോബ്ലംസ് കാണാറ്. ഓക്കെ, സോ നമുക്ക് ആ രീതിക്ക് തന്നെ നോക്കാം. നിങ്ങൾ മാരീഡ് ആവാം, സിംഗിൾ ആവാം, റിലേഷൻഷിപ്പിലാവാം, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു വ്യക്തി ഉണ്ട്, ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ പേഴ്സണിനോടുള്ള ഫീലിങ്സ്, പേഴ്സണിന് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങളോടുള്ളതും കൂടി ഞാൻ എടുക്കും. അപ്പോൾ യു വേഴ്സസ് തേർഡ് പാർട്ടി എന്ന രീതിക്ക് തന്നെ ആക്കാം നമുക്ക്, അല്ലേ? ഓക്കെ, ആദ്യം തേർഡ് പാർട്ടിയോട് എന്താണ് നോക്കാം. തേർഡ് പാർട്ടിയോട് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്? ഓക്കെ, ഇവിടെ വളരെ 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 ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഓൾറെഡി മാരീഡ് ആയിരിക്കാം. ഓക്കെ, അവരൊരു ഫാമിലി ഉണ്ട്, വീടുണ്ട്, വീട് പോലെയുണ്ട്, ഫാമിലിയാണ്, മാരീഡ് ആണ് എന്ന രീതിക്ക് തന്നെയാണ് വന്നത്. ഓക്കെ, പക്ഷെ ഫീലിംഗ് വൈസ് നമ്മൾ പറയുമ്പോൾ സ്ട്രെസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്ട്രെസ് ആയിട്ടാണ് കാണുന്നത്, ടെൻഷൻ അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. ആൻഡ് ഇവിടെ ആക്ച്വലി നിങ്ങളുടെ എനർജി കൂടി വന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ലവേഴ്സ് എന്ന് വന്നുകൊണ്ടല്ല ഞാൻ എടുത്തത് അത്. പക്ഷെ നമ്മളൊരു ഓൾറെഡി മാരീഡ് അവരുടെ സിറ്റുവേഷൻ എന്ന് വന്നു, ആൻഡ് ഇതൊരു എക്സ്ട്രാ എനർജിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞത്. ഓക്കെ, അല്ലാണ്ട് ലവേഴ്സ് ആണ് എന്ന രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾ എന്തും ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളുടെ എനർജി കൂടി അവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫും അവരുടെ ലൈക്ക് മാരേജ്, അല്ലെങ്കിൽ അത് ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടും ആവാം. ഓക്കെ, അതും പ്ലസ് നിങ്ങളെയും കുറിച്ച് ഓർത്ത് നടുവിലിടയിൽ പെട്ട് ഒരു ടെൻഷൻ സ്ട്രെസ് ഉള്ള പോലെയാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, അവരുടെ മൈൻഡിൽ രണ്ടും നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഭാഗത്ത് ഫാമിലി മാരേജ് എന്ന രീതിക്കുണ്ട്, ഒരു ഭാഗത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മൈൻഡിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയോട് ഉള്ള എന്താണ് നോക്കട്ടെ കുറച്ചുകൂടി. തേർഡ് പാർട്ടിയോട് 2 of Wands, Strength, 4 of Pentacles. ഇവിടെ എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ ഇപ്പം എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അങ്ങനെ പറയാം. അവരുടെ മാരേജ് ലൈഫിൽ ഇപ്പം എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അവർ തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ. നിങ്ങളെ വേണോ, മീൻസ് അവർ ഫാമിലി വേണോ എന്ന രീതിയിലുള്ള ഒരു കൺഫ്യൂഷനാണ് ഇപ്പം നടക്കുന്നത്. ഇത് 2 of Wands നമ്മൾ പറയാറുണ്ട്, 2 വഴി എന്ന രീതിയിൽ, അല്ലേ? 2 ചോയ്സ്. അപ്പോൾ ആ ചോയ്സ് എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന രീതിയിലാണ്. ഇവിടെ സ്ട്രെങ്ത് വെച്ച് ഐ തിങ്ക് അവരെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 of Pentacles പറയുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഒന്ന് മനസ്സിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് പറയാം, എല്ലാം ഉള്ളിൽ വെച്ച് അടക്കി വെച്ചിരിക്കുന്നതായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു സ്ട്രെങ്ത് വെച്ച് ഐ തിങ്ക് ആ റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരു എന്താ പറയുക, അതിൽ നിന്ന് വിട്ട് വരാതെ എങ്ങനെയൊക്കെയോ അതിൽ പിടിച്ച് നിൽക്കുന്നു എന്ന രീതിയിൽ. ഓക്കെ, ആ രീതിക്കാണ് ഇവിടെ കാണുന്നത്. ആൻഡ് അവർ മനസ്സിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ്. ഐ തിങ്ക് ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടി വരും. ഇപ്പോൾ മേ ബി അവരുടെ ഫാമിലിയിൽ നോക്കാം. എന്തായാലും അവർ തമ്മിൽ ഇപ്പം എന്താണ്, തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ് എന്താണ്, തേർഡ് പാർട്ടിയായിട്ട് ഇപ്പോൾ എന്താ നടക്കുന്നത്? 5 Wands. ഓക്കെ, കോൺഫ്ലിക്ട്സ് ആണ്. 10 of Swords, 7 of Pentacles, Page of Cups. ഒന്നുകൂടെ എടുത്തേക്കാം. King of Wands. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്യും. നിങ്ങളുടെ എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. ശരിക്കും തേർഡ് പാർട്ടിയുടെ റീഡിംഗ് നോക്കുമ്പോഴും എനിക്ക് കാണുന്നത് നിങ്ങളെക്കുറിച്ചുള്ള എനർജി ഒരുപാട് വരുന്നുണ്ട് കയറിയിട്ട്. ഓൾറെഡി ഇവിടെ ഫസ്റ്റ് തന്നെ എടുത്തപ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ അത്രയും അപ്പോൾ പ്രോമിനൻ്റ് ആയിട്ട് നിങ്ങളുണ്ട് എന്നാണ് അർത്ഥം. ഡോമിനൻ്റ് ആയിട്ട് നിങ്ങളുടെ തോട്ട്സ് അവരുടെ മൈൻഡിൽ അത്രത്തോളം മേലെ ഉണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ,
ഇത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, 5 of Wands കോൺഫ്ലിക്ട്സ് ആണ് ഞാൻ പറഞ്ഞു. പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് എന്തൊക്കെയോ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അത് ഫാമിലി എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ആയിരിക്കാം, മറ്റുള്ളവർ ഇടപെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, എന്തെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ 9 of Swords 10 of Swords ആണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം സ്ട്രെസ്ഡ് ആണ്. മേ ബി തേർഡ് പാർട്ടി അവരുമായിട്ട് എന്തെങ്കിലും വഴക്കിടുന്നുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു മെൻ്റൽ സ്ട്രെസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അത് ഇപ്പോൾ എന്ത് തരത്തിലായാലും ശരി, നമ്മൾ എന്താ പറയുക, ചിലവർക്ക് പണത്തിൻ്റെ കാര്യമായിരിക്കാം. 7 of Pentacles ഉണ്ട് ഇവിടെ. റിലേഷൻഷിപ്പ് ഗ്രോത്ത് ഇല്ല എന്ന രീതിക്ക് പറയാം. അവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സ്റ്റക്കായ ഒരു സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ അതിലൊരു വലിയ അടുപ്പം അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്ന് മാത്രം, പക്ഷെ അവിടെ അടുപ്പമില്ല. ഓക്കെ, അവിടെ എന്തൊക്കെയോ പരസ്പരം അവർ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ടാവാം, എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉറക്കം പോലും പോയ ഒരവസ്ഥയിൽ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഓക്കെ, അവരുടെ മൈൻഡിലിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അത് നമുക്ക് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ പറ്റും, ഇവിടെ ഓൾറെഡി വന്നു. ഓക്കെ, അവരുടെ മൈൻഡിൽ അവരുടെ ഫാമിലി, അതായത് മാരീഡ് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ഓക്കെ, മാരേജ് ആലോചിക്കുന്നു എന്നായാലും ഓക്കെ, അങ്ങനെ എടുത്തോളൂ. മാരേജ് കമ്മിറ്റ്മെൻറ്റ്, അതായത് ഫാമിലിയൊക്കെ പറഞ്ഞു വെച്ച് ഒരു മാരേജ് തീരുമാനിച്ചു എന്ന രീതിയിലാണെങ്കിലും അവർക്കത് മുന്നോട്ടേ കൊണ്ടുപോകുമോ, അത് വളരുമോ, ഇത് ഗ്രോത്ത് ഉണ്ടോ, ഈ റിലേഷൻഷിപ്പ് ഇതിവിടെ എൻഡ് ആവുമോ, അതോ ഇത് മുന്നോട്ട് ഇത് കൊണ്ടുപോയാൽ വല്ല കാര്യമുണ്ടോ എന്ന രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ഉണ്ട്. ഐ തിങ്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടൊന്ന് സോഫ്റ്റായിട്ട് നിൽക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഒരു എന്തായാലും ഇവിടെ എനിക്ക് ഫൈറ്റും കാര്യങ്ങളും ആ രീതിക്കാണ് കാണുന്നത്. കിങ് ഓഫ് വോൺസ് എനർജി എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വോൺസ് എനർജി ഇവിടെ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ആണോ ആരുടെ ആണോ? എംപ്രസ്. ഓക്കെ, മാരീഡ് എന്ന രീതിക്ക് തന്നെയാണ്. യെസ്, മാരേജ് ആണ് വീണ്ടും കാണുന്നത്. ഓക്കെ, 8 of Pentacles. അവർ തമ്മിൽ അത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ മേ ബി മുന്നോട്ട് പോകുമ്പോൾ അവർ അത് വർക്കൗട്ട് ചെയ്യുമായിരിക്കും. അവർ തമ്മിൽ ഇഷ്യൂസ് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണം എന്ന രീതിക്ക് ആഗ്രഹമുണ്ട് അവർക്ക്. പക്ഷേ ഇപ്പോൾ അവർ തമ്മിലൊരു ഫേസ് ചെയ്യുന്നത് ഇഷ്യൂസ് എന്തൊക്കെയോ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ഇത് മിക്കവാറും ഒരു മാരീഡ് സിനാരിയോ തന്നെയാണ് കേട്ടോ. ഓക്കെ, മാരേജ് കാര്യങ്ങളാണ്. ആക്ച്വലി വേറൊന്നും ഇതും പറയാം, നിങ്ങളുടെ പേഴ്സൺ വർക്കിൽ കൂടുതൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പേഴ്സണുമായിട്ട് അവരും അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്ട്സ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫുള്ളി കുറേ വർക്കിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ജോലിയിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് അതിലേക്ക് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, അങ്ങനെയും തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും അവർ തമ്മിൽ ഇപ്പോൾ ഒരു നല്ലൊരു സിനാരിയോ അല്ല, സെറ്റ് സിറ്റുവേഷൻ അല്ല. അവർ തമ്മിൽ ചെറിയ അകൽച്ചയും കാര്യങ്ങളും ആ രീതിക്കാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ സ്പേസ് ഉണ്ടാക്കേണ്ടി വരും ഇനി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഇല്ല എനിക്ക്, സോറി. നിങ്ങളോട് എന്താ ഫീൽ ചെയ്യുന്നത് നോക്കാം. നിങ്ങളോട് പേഴ്സൺ എന്താ ഫീൽ ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താ ഫീൽ ചെയ്യുന്നത്? തേർഡ് പാർട്ടിയുമായിട്ട് ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നും കണ്ടു. ഒന്നുകൂടി നമുക്ക് നോക്കാം. യെസ്, 10 of Cups, 2 of Swords, 9 of Swords, King of Wands നേരത്തെ വന്നിരുന്നു. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള ആണ്. 8 of Pentaclesഉം നിങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, 3 of ഇത് എംപ്രസ് ആണ് ഇവിടെയും. Ace of Cups. വാവ്, അവിടെ നേരത്തെ ബോട്ടം വന്നതെല്ലാം ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു. 7 of Cups, Ace of Wands. ഓ മൈ ഗോഡ്. 4 of Swords, Knight of Swords. അവിടെ നേരത്തെ ഇതൊക്കെ ബോട്ടമിൽ ഞാൻ കണ്ടതായിരുന്നു. ഓക്കെ, Ace of Cups, Ace of Wands എല്ലാം ബോട്ടമിലുണ്ടായിരുന്നു. അതായത് അതൊക്കെ നിങ്ങളെക്കുറിച്ചാണെന്നാണ് അർത്ഥം. ഓക്കെ, King of Wandsഉം അവിടെ ലാസ്റ്റ് നമുക്ക് വന്ന കാർഡ് അതാണ്. ആൻഡ് അത് കഴിഞ്ഞ് വന്നത് എംപ്രസ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോടാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു അവർ ആലോചിക്കുന്നത് നിങ്ങളുമായിട്ടാണെങ്കിൽ ഒരു ഹാപ്പി ഫാമിലി ആയിരിക്കും, നിങ്ങൾ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, നിങ്ങളുടെ കൂടെ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും എന്ന രീതിയിലാണ്. അവിടെ നേരത്തെ ഒരു സൺ കാർഡ് ഉണ്ടായിരുന്നു ആക്ച്വലി ബോട്ടമിൽ. ഓക്കെ, അപ്പോൾ അവർ ആ ഒരു ഷഫിൾ ചെയ്തു. ഓക്കെ, അവരത് വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവും എന്ന രീതിയിലാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, അവരിപ്പോൾ ശരിക്കും കോൺഫ്ലിക്റ്റ് ആണ് അവരുടെ മൈൻഡിൽ. അവർക്ക് ഫാമിലി വിട്ട് വരാൻ നിവർത്തിയില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ അവർക്ക് നല്ലതായിരിക്കും എന്നവരുടെ മൈൻഡിൽ തോന്നുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്ന 9 of Swords ആണ് ഇവിടെ.
സ്ട്രെസ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് എന്തൊക്കെയോ കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്, അത് അവർ ഒരുപാട് സ്ട്രെസ്ഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടി എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരുന്നിരിക്കും എന്ന രീതിക്കാണ് അവരുടെ മൈൻഡിൽ ചിന്തകൾ വരുന്നത്. അവിടെ റിലേഷൻഷിപ്പിലല്ല അവർ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അടുത്തേക്കാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ശരിക്കും അവർ ഹാപ്പി ആയിരിക്കും എന്ന രീതിയിലാണ് അവരുടെ മനസ്സിലുള്ളത് ഇപ്പോൾ. ഓക്കെ, എംപ്രസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതായത് എംപ്രസ് എന്ന് പറഞ്ഞാൽ എംപ്രർ രണ്ടും ആവാം. നിങ്ങളോട് നിങ്ങളെ ഒരു വൈഫ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ നിങ്ങളുമായിട്ട് ശരിക്കും ഹാപ്പി ആയിരിക്കും എന്ന രീതിയിൽ അവരുടെ മൈൻഡിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ശരിക്കും ഒരു കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പ് വേണം എന്ന രീതിയിൽ. ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ഫീലിങ്സ് നിങ്ങളോടാണ് കാണുന്നത്. ഓക്കെ, 7 ഓഫ് കപ്സ് പറയുമ്പോൾ അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്, അതായത് ആ തേർഡ് പാർട്ടി ഉണ്ട് അവരുടെ ലൈഫിൽ. പക്ഷേ എവിടെയോ അവർക്ക് തോന്നുന്നത് എല്ലാത്തിൽ നിന്നും ബെസ്റ്റ് നിങ്ങളാണ് എന്ന രീതിക്ക് അവർക്ക് മൈൻഡിൽ ഒരു തോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഏസ് ഓഫ് വോൺസും ഉണ്ട്, നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുമായിട്ട് പാഷനേറ്റ് ആയിട്ട് എല്ലാം നല്ലതായിരിക്കും എന്ന ഏസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഫസ്റ്റ് വൺ ആൻഡ് വളരെ നല്ല ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്കൊക്കെയാണ് പറയുക. ഓക്കെ, അപ്പോൾ അവർ ആലോചിക്കുന്നത് അവിടെ അത്രയും സ്ട്രെസ്സും കാര്യങ്ങളും അവർ അനുഭവിക്കുമ്പോൾ ഈ കിങ് ഓഫ് വോൺസ് നിങ്ങളുടെ ബാധിക്കാണ്. ഓക്കെ, ഈ കിങ് ഓഫ് വോൺസ് നിങ്ങളുടെ ബാധിക്കാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ദ സെയിം കാർഡാണ് റിപ്പീറ്റ്. ഓക്കെ, അവിടെ എൻ്റെ ആയത് ഇവിടെ തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അവിടെ അവർ വിചാരിക്കുന്ന അവിടെ ഒരു എഫേർട്ട് ഇട്ടിട്ടും കാര്യമില്ല, ഒന്നും നടക്കുന്നില്ല. സോറി, തേർഡ് പാർട്ടി അവരെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ അവർക്ക് സ്ട്രെസ്സാണ് എന്ന രീതിയിലൊക്കെയാണ് കാണുന്നത്. സോറി, ഐ തിങ്ക് എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എഫേർട്ട്, അവർ ഗ്രോത്ത് അവിടെ കാണുന്നില്ല, ആ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് അവർ കാണുന്നില്ല. അപ്പോൾ അവർ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്കാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യണം എന്ന രീതിയിലാണ് അവിടെ അനുഭവിക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളും. 9 ഓഫ് സോർട്സ് അവർ ആ സ്ട്രെസ് അനുഭവിക്കുന്നത്, അവർക്ക് ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ കൂടെ ആണെങ്കിൽ വളരെ ബെറ്റർ ആയിരുന്നു തന്നെ എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി, നിങ്ങളോട് ഇനിയിപ്പോൾ അവർ ചോയ്സ് എടുക്കാതെ നിങ്ങളെ ചൂസ് ചെയ്യാതെ വേറൊരാളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ദറ്റ് അവർ ചെയ്ത തെറ്റായിപ്പോയി, നിങ്ങളുടെ അടുത്തായിരുന്നു ശരിക്കും എഫേർട്ട് ഇടേണ്ടത്, നിങ്ങളുടെ കൂടെ ആയിരിക്കും സന്തോഷം എന്ന രീതിയിൽ അവരുടെ മനസ്സിൽ ശരിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് എല്ലാം വേണം എന്ന രീതിയിൽ അവരുടെ മനസ്സിലിപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഏസ് 2 10 ഓഫ് കപ്സ് എന്തൊക്കെയാണ് വന്നിരിക്കുക. സോ തീർച്ചയായിട്ടും നിങ്ങളോടാണ് ഇപ്പോൾ ഫീലിങ്സ്. തേർഡ് പാർട്ടിയുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഒറക്കിൾ മെസ്സേജസ് ഞാൻ എടുത്തു വെച്ചില്ല, ഏതാ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വേഗം കിട്ടിയോണ്ടെടുത്താണ്. തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ സ്ട്രോങ് ക്ലാഷസ് എന്തോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ദിസ് സിനാരിയോ കം ടു ദി എഡ്ജ്, ടിക്ടോക്ക്, ബൈ ദ ബുക്ക്, ടു ബി ഫെയർ, ലെസ്റ്റ്, ഫോർക്ക് ഇൻ ദ റോഡ്. അഗൈൻ 2 ഓഫ് വോൺസിൻ്റെ കാര്യമാണ്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് വെരി നൈസ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ എവിടെയൊക്കെയോ ചില ലെസൺ പഠിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അതായത് അവർ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ചൂസ് ചെയ്യാതെ തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈവൻ അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിലും ശരി, ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സന്തോഷമായ ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് അവർക്ക് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും എവിടെയാണ് എന്താണ് ചിലപ്പോൾ തേർഡ് പാർട്ടി പുറമെ ഇത്രയും കാലമൊക്കെ കാണിച്ചത് വളരെ നല്ലൊരു ഇതൊക്കെ ആയിരിക്കും കാണിച്ചത്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും പേഴ്സൺ മനസ്സിലാക്കുന്നത്. ഓക്കെ, അവർ എന്താണോ വളരെ നല്ലത് എന്ന് വിചാരിച്ച് എന്തിലേക്കാണോ പോയത് അത് മുഴുവൻ വെറും കളത്തരായിരുന്നു എന്ന് ഇപ്പോഴാണ് അവർ. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ് എന്ന് പറയും അല്ലേ, അതായത് മിന്നുന്നെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ പോലെ. അതിപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അവരവിടെ എന്തെങ്കിലും തിളക്കം കണ്ടിട്ടാണ് പോയതെങ്കിൽ അതെല്ലാം വെറുതെ ആയിരുന്നു എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ്നെസ് കൊണ്ടുവരുന്നത് എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കം ടു ദ എഡ്ജ് വരുമ്പോൾ ഫുൾ കാർഡാണ്. നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു പുതിയ ബിഗിനിങ് വേണം എന്ന രീതിയിലാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ടിക്ടോക്ക് പറയുന്നുണ്ട് സമയം. പക്ഷേ സമയം എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഓക്കെ, യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് അവിടെ. ഓക്കെ, ഇത് യൂണിവേഴ്സിൻ്റെ സമയമാണിതിവിടെ. ഒരു ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, ഇപ്പോൾ ഐ തിങ്ക് അവർ ആ ലെസൺ പഠിക്കേണ്ട സമയമാണ്. ഓക്കെ, ഡിവൈൻ ടൈമിങ് ഇപ്പോൾ നടക്കുന്നത് തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പം നിങ്ങൾ ഒരു ഡിവൈൻ ടൈമിൽ കാര്യങ്ങളെല്ലാം മാറി വരും, തെളിഞ്ഞു വരും, മനസ്സിലാവും എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം.
ആൻഡ് ബൈ ദ ബുക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ട്രഡീഷണൽ വേയിൽ ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ടൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല പരസ്പരം എല്ലാവരും അറിഞ്ഞുകൊണ്ട് ശരിക്കും രജിസ്റ്റേർഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാവരെയും വിളിച്ച് നമ്മൾ ബൈ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ബൈ ദ റൂൾ പ്രകാരം എന്ന് പറഞ്ഞ പോലെയാണ്. ആ റൂൾ പ്രകാരം തന്നെ അവർ നിങ്ങളെ സ്വന്തമാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആ ശരിക്കും പ്രോപ്പറായിട്ട് ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ അത് നിങ്ങൾ തമ്മിൽ ഒരു ഫാമിലി ആയിട്ട് ഹാപ്പി ആയിരിക്കും എന്നാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, ടു ബി ഫെയർ, യെസ്, നിങ്ങളോട് അവർ ചെയ്ത് തെറ്റായി പോയി ചില കാര്യങ്ങൾ എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അവർ നിങ്ങളോട് ഫെയർ ആയിരുന്നില്ല, ഓക്കെ, അവർ നിങ്ങളോട് ചെയ്ത നീതി ആയിരുന്നില്ല എന്നുള്ളതൊക്കെ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു തീരുമാനം അവരെടുക്കണം, പക്ഷേ ഓക്കെ, ഒരു ഡിസിഷൻ പക്ഷേ അവർക്ക് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ബട്ട് ഇവിടെ അവരുടെ മൈൻഡിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അവർ ചെയ്ത ചില തെറ്റുകളായി പോയി എന്നൊക്കെ തോന്നലുണ്ട്. അവർ എന്ത് കണ്ടിട്ടാണോ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തത്, ആ തേർഡ് പാർട്ടി ഒരു റിയൽ ക്യാരക്ടറൊക്കെ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആക്ച്വലി വളരെ ബ്ലെസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ആക്ച്വലി ഇത് നമ്പർ 4 ആണ്. 4 എന്ന് പറയുമ്പോൾ മാരേജ് ആണ്, നമ്മുടെ ആ മാരേജ് സ്റ്റെബിലിറ്റിയുടെ കാർഡാണ് നമ്മുടെ. ഓക്കെ, സോ എവിടെയോ മേ ബി ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പോസിബിൾ എന്ന് പറയുന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് കുറേ പേർക്കെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി യൂണിവേഴ്സ് തരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുമെന്ന് പറയാം. ഓക്കെ, നമ്പർ അഗെയിൻ 13 ഉണ്ട് ഇവിടെ. 4 ആണ്, ഇതും 4 ആണ്. 22, 38 ഉണ്ട്, 11, ഇപ്പോൾ 2 അഗെയിൻ 2 കുറേ ഉണ്ട്. 11, ഇതും 11 ആണ്. 11 ഉണ്ട്, 2 ഉണ്ട്, 2s കുറേ ഉണ്ട് ഇവിടെ. ബാലൻസിലേക്ക് വരും, നിങ്ങൾ തമ്മിലൊരു ബാലൻസ് വരും. ഓക്കെ, ആൻഡ് 30, 3 ആവാം, 36, 9 ആവാം. ഇതിവിടെ 16 ആയിരുന്നു, 7 ആവാം. ഓക്കെ, സോ ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. നിങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ എന്തായാലും വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളിടയിൽ കൂടെ ഇനി ചോദിക്കാനൊന്നും പോകാതിരിക്കുക. ഓക്കെ, ഞാനിത് എപ്പോഴും നിങ്ങളോട് ഇത് പറയേണ്ടി വരുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളിതൊക്കെ കണ്ടിട്ട് ഓടിപ്പോയി അങ്ങോട്ട് ചോദിക്കാനോ പറയാനോ നിൽക്കരുത്. ഓക്കെ, അവർ ഹാൻഡിൽ ചെയ്യട്ടെ കാര്യങ്ങൾ. അവരായിട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കുക. അതിനും നിങ്ങൾ ഒപ്പീനിയൻ ഒന്നും പറയാൻ പോകരുത്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിന് രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനോ നമ്മളതിനെ ഒന്നും ചെയ്യാൻ പോകാതിരിക്കുക. കാരണം നമ്മൾ കർമ്മ ക്രിയേറ്റ് ചെയ്യരുത്. അവർക്ക് നടക്കാനുള്ളത് അത് യൂണിവേഴ്സ് നോക്കിക്കോളും. ഓക്കെ, നിങ്ങൾ കേൾക്കുക, സമാധാനമായിട്ട് ഓക്കെ എന്ന് പറയുക. ജസ്റ്റ് അതിനെക്കുറിച്ച് ഒപ്പീനിയൻ നിങ്ങളെ പറയാതിരിക്കുക. ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും ഒന്നും ഉണ്ടാവരുത്. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ മെച്യൂരിറ്റി, നമ്മുടെ സ്പിരിച്വൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ ശരിക്കും കാണിക്കേണ്ടത് ആ ഒരു മെച്യൂരിറ്റിയാണ്. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ, ഇവിടെ ബ്ലെസ്സിങ് ആയിട്ട് വരട്ടെ എല്ലാവർക്കും. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.